ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പേപ്പർ വാഴയില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ചാർട്ട് പേപ്പറിൻ്റെ ഒരു പീസാണ്. ഇത് രണ്ടും വെച്ച് വളരെ സിമ്പിളായി നമുക്കൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചാർട്ട് പേപ്പർ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിന്ന് ഇത് വെച്ച് ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ചാർട്ട് പേപ്പറിൻ്റെ ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസും ഇതുപോലെ മടക്കി കൊടുത്ത് വീണ്ടും ആ മടക്കിലൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ ഇതളുകൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് ഇതളുകളുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഇതളിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയാണ് ഓരോ ഇതളുകളും നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതളുകളും കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 16 ഇതളുകളാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോ ഇതളുകളും കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായി ചാർട്ട് പേപ്പർ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇതളുകളും നമ്മൾ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ഒരു ഈർക്കിളി എടുത്തിട്ടുണ്ട്, കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഇതളുകളും നമുക്ക് ഈർക്കിളിയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. പലതരത്തിലുള്ള ഒരുപാട് ഫ്ലവർ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോരോ ഇതളുകളും നമുക്ക് ഈർക്കിളിയിലേക്ക് ഇതുപോലെ വെച്ച് കെട്ടിക്കൊടുക്കാം. ചാർട്ട് പേപ്പർ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇതളുകളും നമ്മൾ ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പർ വാഴയില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് തണ്ടിൽ ചുറ്റി കൊടുക്കാനുള്ളതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടപ്പ് വെച്ച് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കോൺ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ താഴെ ഒന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ തണ്ടിൽ ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളതിൻ്റെ തണ്ടിൽ കുറച്ച് ഭാഗം ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിൽ ഇലകൾ വെച്ച് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു പീസ് എടുത്ത് ചുറ്റി കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഫ്ലവറിൻ്റെ തണ്ടിൽ ഇതുപോലെ നമ്മൾ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കിനി ഇലകൾ വെച്ച് കൊടുക്കണം. അതും നമ്മൾ പേപ്പർ വാഴയിലയിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേപ്പർ വാഴയിലയിൽ നിന്നും 4 ഇലകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് 2 ഇലകൾ വെച്ച് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഈ 2 ഇലകൾ നമ്മളവിടെ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കതിൻ്റെ തണ്ടിൽ ഗ്രീൻ കളർ ചുറ്റി കൊടുക്കണം. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് വീണ്ടും അതിൻ്റെ തണ്ടിലൊന്ന് ചുറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി 2 ഇലകൾ നമുക്ക് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെയായിട്ട് ഈ 2 ഇലകൾ കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ താഴേക്ക് വരുന്ന ഭാഗത്തും കൂടെ ഇതൊന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ ചാർട്ട് പേപ്പറും പേപ്പർ വാഴയിലയും വെച്ച് വളരെ സിമ്പിളായി ഒരു ഫ്ലവർ ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ വേറെ ഒരു ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഇവിടെയായിട്ട് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ നമ്മളത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുള്ള നൂല് കാണാതിരിക്കാൻ വേണ്ടി അവിടെയും കൂടെ നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇപ്പം നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ പൂക്കളും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളെല്ലാം നമുക്ക് ഇതിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിൽ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ലൈസ് ഇതിൻ്റെ മുകളിലും താഴെയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു വെയിറ്റിന് വേണ്ടി കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തെർമോക്കോൾ പീസും കൂടി ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഫ്ലവർ വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് നോക്കാം. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളെല്ലാം നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തെർമോക്കോളിൻ്റെ മുകളിൽ നമ്മൾ തെർമോക്കോൾ ബാൾസും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വളരെ സിമ്പിളായി ചാർട്ട് പേപ്പറും പേപ്പർ വാഴയിലയും വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പേപ്പർ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഇന്നത്തെ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.